ഹായ്, ഇറ്റ്സ് മീ കലാകമ്മ മഹൽ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ വീഡിയോയിലോട്ടും എനിക്കിങ്ങനെ സ്വാഗതം എന്ന് പറയാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോഴേ അറിയാം ഇതെൻ്റെ പുതിയ വീഡിയോ ആണെന്ന്, അല്ലേ? ഓക്കെ. എന്തെങ്കിലും തരത്തിൽ, അതായത് എന്നെ കേൾക്കുന്ന വ്യക്തികളിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു ഫിസിക്കൽ ഇൽനെസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ ആൾക്കാരെ ഫേസ് ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫ് ഡെയിലി ലൈഫ് ഡിസീസ് അതല്ലല്ലോ, അങ്ങനെന്താ ലൈഫ് ഡിസീസ്, സോറി, ഡെയിലി അവിടെ ഇല്ല കേട്ടോ. ലൈഫ് ഡിസീസസ് ഉണ്ട്. ലൈഫ് ഡിസീസസ് അല്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ലൈഫിനകത്ത് വന്നു പോയിട്ടുള്ള മാറ്റങ്ങൾ കാരണം നമ്മൾ നമ്മുടെ ലൈഫിനകത്ത് അല്ല. ഇതെന്തുവാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്ന് കമൻറ്റ് ചെയ്യണേ. ഫുള്ള് റിലേ പോയിരിക്കുക കുറച്ച് ദിവസം കൊണ്ട്. ഓക്കെ, അതായത് ഡെയിലി ലൈഫ് ഡിസീസസ് ഇപ്പം എവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ആൾക്കാരിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു BP ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഞാൻ നേരത്തെ എന്തുവാ പറഞ്ഞത്? ഡെയിലി ലൈഫ് ഡിസീസ് എന്നാണോ? ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ? എൻ്റെ പൊന്നെ, എന്നെ ഒന്നും പറയരുത് കേട്ടോ. ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നോട് വിചാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചോദിക്കുമായിരിക്കും, സത്യം പറ, നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന്. കാര്യം പറയുന്നതൊന്നും നേരവണ്ണം പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം, അല്ലേ? ഹായ്, ഇറ്റ്സ് മീ കലാകമ്മ മഹൽ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഡിസീസ് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും, ഒത്തിരി ഉണ്ടല്ലേ. BP ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, നമ്മുടെ ഡയബറ്റീസ് ആയിക്കോട്ടെ, നമ്മുടെ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഫാഷനാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെയൊക്കെയുള്ള സംതിങ്. നിങ്ങളിൽ എന്ത് പ്രശ്നമോ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ ഏത് പത്തറ്റിക് കണ്ടീഷനിലായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലി ഉള്ള ഡിസീസ് എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുക എന്നിരിക്കട്ടെ. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഫോളോ യുവർ പാഷൻ. അതായത് നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ രോഗങ്ങളുടെ കാഠിന്യം വളരെ നല്ല രീതിയിൽ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. സോ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ചെറിയ തരത്തിൽ ഒരു വയ്യായ്ക വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തീവ്രത കൂടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ വയ്യായ്ക വന്നു എന്ന് എൻ്റെ മൈൻഡ് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ മൈൻഡ് വീണ്ടും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിൻ്റെ ബോഡിയിൽ ഇന്ന അസുഖമുണ്ട്, നിൻ്റെ ബോഡിയിൽ ഇന്ന അസുഖമുണ്ട്, നീ ഇന്ന ആളാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്ത് കളക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ബോഡിക്ക് നമ്മൾ പറയുന്നോ ഈ സാധനം മാത്രമേ നമ്മുടെ ബോഡി റിസീവ് ചെയ്യത്തുള്ളൂ. ഇതിനെതിരെ നമ്മുടെ മൈൻഡിനെ റീട്യൂൺ ചെയ്തിട്ട് അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്തിട്ട് നമ്മുടെ മൈൻഡിനെ കൊണ്ട് യു പെർഫെക്റ്റ്ലി ഓക്കേടാ എന്ന് പറയിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മളൊരു 100 times പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ് ഈ പറയുന്നതിനെ നമ്മുടെ ബോഡി ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യം എന്താണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? ചിലപ്പോൾ നിങ്ങൾക്ക് യാത്രയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു വലിയൊരു ഡ്രീം ജോബായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാഷനായിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ ശ്രദ്ധ തിരിക്കുക. നല്ല ബുക്സ് വായിക്കുക, നല്ല രീതിയിൽ നിങ്ങൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക,
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇറ്റ്സ് വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയിട്ട് നല്ല കുറേ ബന്ധങ്ങളെ നിങ്ങൾ കണക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഡ്രീമി ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ആ കാര്യം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ കൂടി നോർമലി ഒരു വ്യക്തിയുടെ ബോഡിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ അതിൻ്റെ ചികിത്സ നടക്കുന്നത് ബോഡിക്ക് മാത്രമാണ് അല്ലേ. ഇപ്പം ബോഡിയിൽ എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ ഡിസീസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് മാത്രമായിരിക്കും നമ്മുടെ ബോഡിക്കകത്ത് എടുക്കുന്നത്. പക്ഷേ ബോഡിക്ക് മാത്രമല്ല, ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ബോഡിക്ക് കൊടുക്കുന്ന മെഡിസിനേക്കാളും ഡബിൾ പവറിലുള്ള മെഡിസിൻ മൈൻഡിന് കൊടുക്കണം. ആ മെഡിസിൻ നമ്മളിങ്ങനെ കഴിക്കുന്ന മെഡിസിൻ ആകരുത്. നമ്മുടെ മൈൻഡിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിൽ മൈൻഡ് റിഫ്രഷ് ചെയ്യുന്ന ട്രെയിനിങ്സ്, സെമിനാറുകൾ, അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടുപിടിക്കുക. നല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ എത്രത്തോളം സ്ട്രോങ് ആക്കി, യു ക്യാൻ ഓവർകം ഇറ്റ് എന്ന് പറയുന്ന തരത്തിൽ നിൻ്റെ ബോഡിയുടെ എന്ത് വയ്യായ്കയ്ക്കും മെഡിസിൻ നിൻ്റെ മൈൻഡിനകത്തുണ്ട്. നിൻ്റെ മൈൻഡ് വിചാരിച്ചു കഴിഞ്ഞാൽ, നിൻ്റെ മൈൻഡ് പറഞ്ഞാൽ നിൻ്റെ ബോഡി കേൾക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, റെഗുലറായിട്ട് ഒരു തവണ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ബോഡി ഒബേ ചെയ്യണം എന്നില്ല. ഒരിക്കൽ നമ്മൾ പറയും ഓക്കെ നിൻ്റെ ബോഡിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പം സെക്കൻഡ് ടൈം നമ്മൾ തിങ്ക് ചെയ്യും അയ്യോ പ്രശ്നമുണ്ടല്ലോ, വീണ്ടും 2 വട്ടം പറയണം, 3 വട്ടം പറയണം, 4 വട്ടം പറയണം. ആദ്യം നമ്മുടെ മൈൻഡ് തന്നെ നമ്മളോട് ചോദിക്കും ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഞാൻ ഇല്ല എന്ന് പറയുന്നതെന്ന് ചിലപ്പോൾ ഈ മൈൻഡ് തന്നെ നമ്മളോട് ചോദിക്കും. പക്ഷേ നിങ്ങൾ അതിന് വിട്ടുകൊടുക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് മൈൻഡിനെ പഠിപ്പിക്കണം. പറ ബോഡിക്ക് പ്രശ്നമില്ല എന്ന് പറയാം. സോ നമ്മുടെ മൈൻഡിനെ കൊണ്ട് നമ്മുടെ ബോഡീനെ ക്യൂർ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതും ഒരു കാര്യമാണ്. മൈൻഡിനെ റീട്യൂൺ ചെയ്ത് മൈൻഡിനെ പവർ ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡീനെ അനുസരിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നല്ലൊരു യാത്ര ചെയ്യുക. കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയോ കിടപ്പുണ്ട് നമ്മുടെ ബോഡിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഈ സാധനത്തിനെ പൊളിക്കണം. ഈ സാധനത്തിനെ പൊളിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡി പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. സോ നമ്മുടെ ബോഡിക്കകത്ത് എന്തെങ്കിലും ഒരു വയ്യായ്ക ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വയ്യായ്കയെ കുറിച്ചിട്ട് നമ്മൾ റെഗുലറായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ കാഠിന്യം കൂടും. സോ അതിനെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കെയർ ചെയ്യുന്നതും ഓവർ തിങ്കിങ്ങും രണ്ടാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്നാൽ പിന്നെ എൻ്റെ ബോഡിയിൽ അസുഖമുള്ള കാര്യം ഞാൻ മൈൻഡ് ചെയ്യാതെ എൻ്റെ തോന്നിയ പാട് നടക്കണമെന്ന് ചില ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ബോഡിക്കകത്ത് എന്തെങ്കിലും ഒരു ഇൽനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മെഡിസിൻ എടുത്തതിന് ശേഷം നമ്മുടെ മൈൻഡിനെ കൊണ്ട് നമ്മുടെ ബോഡീൻ്റെ അടുത്ത് പറയിപ്പിക്കുക യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ, യു ഹാവ് നോ ഇഷ്യൂസ്, യു ആർ പെർഫെക്റ്റ്ലി ഹെൽത്തി. സോ നമ്മുടെ ബോഡീൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബോഡി തന്നെ മൈൻഡ് പറയുന്ന കാര്യത്തിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും, സ്വീകരിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ നമുക്കിഷ്ടമുള്ള കാര്യത്തിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഹോബീസ് എന്താണ്? ട്രാവലിംഗ് ആണോ, റീഡിംഗ് ആണോ, വീഡിയോ ചെയ്യുന്നതാണോ, കണ്ടൻറ് ക്രിയേഷൻ ആണോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട അസുഖങ്ങൾക്കെല്ലാറ്റിനും അതിൻ്റെ കാഠിന്യവും തീവ്രതയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇതെൻ്റെ ലൈഫാണ്, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിനകത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ എന്തെങ്കിലും മൈൻഡ് റിലേറ്റഡ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ, അതുപോലെ തന്നെ ഡിപ്രഷൻ്റെ തന്നെ കുറേ വകഭേദങ്ങളുണ്ട്. പേര് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടയ്ക്കൊന്നും നിർത്താൻ പറ്റത്തില്ല. ഒന്ന് തുമ്മിയാൽ പോലും അതിന് പോലും ഒരു പേരിട്ട് വിളിക്കുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ. അതിനൊരു പേര് പെട്ടെന്ന് നമ്മുടെ മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കും. ഓക്കെ, ഒന്ന് തുമ്മിയാൽ ചിലപ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് മൂക്കോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ണോ അല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും ചിലപ്പോൾ മെഡിക്കൽ സയൻസുകാർ പെട്ടെന്നൊരു പേരിട്ട് വിളിക്കും. സോ പേരുകൾക്ക് പഞ്ഞമില്ല. പക്ഷേ പേരുകളുടെ പേര് കേട്ട് ദയവ് ചെയ്ത് പേടിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ഡിപ്രഷൻ ഞാൻ പറഞ്ഞു തന്ന ഡിപ്രഷൻ്റെ തന്നെ കുറേ വകഭേദങ്ങളുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ റീസെറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഏത് കടുത്ത പ്രശ്നത്തിൽ നിന്നിട്ടും നമ്മുടെ ബോഡീനെയും നമ്മുടെ ലൈഫിനെയും നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ അടുത്ത് വേറൊരു വീഡിയോയിൽ കാണാം. അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.